ദീപപ്രഭയും നിറങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദീപാവലി കൂടി വന്നെത്തി. രാജ്യമെമ്പാടും ദീപാവലി ആഘോഷത്തിന്റെ നിറവിലാണ്. വീടുകളും ഗ്രാമങ്ങളും നഗരങ്ങളും വർണ്ണങ്ങൾ പൊട്ടിവിരിയുന്ന പടക്കങ്ങൾ പൊട്ടിച്ചും പൂത്തിരികൾ കത്തിച്ചും ഈ ആഘോഷം അവിസ്മരണീയമാക്കുന്നു. കേരളത്തിൽ പ്രധാനമായും രണ്ട് തരത്തിലാണ് ദീപാവലിയെ വരവേൽക്കുന്നത്. വടക്കൻ കേരളത്തിൽ ഈ ആഘോഷം പ്രധാനമായും വിളക്കുകൾ തെളിയിച്ചുകൊണ്ടാണ് ആഘോഷിക്കുന്നത്. എന്നാൽ ഇത് തെക്കൻ കേരളത്തിലെത്തുമ്പോൾ ശബ്ദഘോഷവും വർണ്ണവിസ്മയവും സമന്വയിക്കുന്ന വിവിധതരം പടക്കങ്ങൾ പൊട്ടിച്ചാണ് ആഘോഷിക്കുന്നത്. പതിവ് പോലെ തന്നെ ഇത്തവണയും പടക്ക വിപണി പുതുവിസ്മയങ്ങളുമായി അണിഞ്ഞൊരുങ്ങി. ഈ ദീപാവലി പൊടിപൊടിക്കാൻ ചൈനീസ് പടക്കങ്ങളാണ് പ്രധാന ആകർഷണം. എന്നിരുന്നാലും ഓലപ്പടക്കങ്ങളും പൂത്തിരിയും തുടങ്ങിയവയും വിപണി കീഴടക്കിയിട്ടുണ്ട്. കമ്പി മത്താവ് തറച്ചക്രം പൂക്കുറ്റി ഇതൊക്കെയാണ് കൂടുതൽ ചിലവാകുന്നത്. പിന്നെ കുറച്ച് യങ്ങർ ജനറേഷൻ കുറച്ച് എയർ ഷോട്ട്സ് ഒക്കെ വയ്ക്കും, പാലപ്പടക്കം വയ്ക്കും. ചൈനീസ് പടക്കം അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടുത്തെ നോക്കുക മനസ്സിലാക്കിയിട്ട് ഇവിടെ കുറച്ച് പേര് അതിനെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഓരോ ദീപാവലി കഴിയുമ്പോഴും മലയാളികളുടെ കീശയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് അന്യസംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പതിവിന് ഇത്തവണയും മാറ്റം വന്നിട്ടില്ല. ശബ്ദ മലിനീകരണം കാരണം വലിയ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന തരം പടക്കങ്ങൾക്ക് ഇത്തവണയും സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ വിപണിയിൽ പൂത്തിരികൾക്കാണ് ആവശ്യക്കാർ ഏറെയും. തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദീപാവലി ആഘോഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന എല്ലാ MCN പ്രേക്ഷകർക്കും സുരക്ഷിതമായ സന്തോഷത്തിന്റെ ഒരു നല്ല ദീപാവലി ആശംസിക്കുന്നു.